ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്യൂട്ടി സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ആമസോണിൽ ഞാൻ കുറച്ചധികം സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടോ, നമ്മുടെ കാലിന്റെ ഒക്കെ ഉപ്പൂറ്റിയിലെ നമ്മൾ ആ ഒരു ഹാർഡ് ആയിട്ടുള്ള സ്കിൻ ആവുണ്ടല്ലോ, ആ സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ക്രബിങ് മിഷൻ ആണ് കേട്ടോ. അങ്ങനെ പറയാ, ഇതിന്റെ തന്നെ വാൻഡേ നമ്മളൊരു ബ്രാൻഡിന്റെയാണ് ഈ സംഭവം വരുന്നത്. നമുക്ക് ഈ നമ്മുടെ കാലുണ്ടാകുന്ന ഉപ്പൂറ്റിയിലെ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്കിൻ ഇങ്ങനെ റിമൂവ് ചെയ്താണ്. ഇപ്പൊ ഇത് ചാർജ് ഇല്ല കേട്ടോ, ഞാൻ ചാർജ് ആക്കിയിട്ടില്ല. ഞാൻ ഇത് കാണിക്കാനായിട്ടല്ല വന്നത്, പക്ഷെ ഇന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ബട്ടൺ ഉണ്ട്, നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ള നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു ബോക്സിലാണ്, ഞാൻ ആ ബോക്സോടെ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിന്റെ ചാർജർ ഇതേപോലത്തെ ചാർജറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്രഷ് നമുക്ക് ഇത് നമുക്ക് ക്ലീൻ ആക്കാനുള്ള ചെറിയൊരു ബ്രഷ് പോലത്തെ സംഭവം വരുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ടെണ്ണം ഇങ്ങനത്തെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല, ഇത് കാണിച്ചിട്ടുണ്ടാകും തന്നെ. ഇതിന്റെ ഇതേപോലെ നമുക്ക് ഭയങ്കര ഹാർഡാണ് ഉപ്പൂറ്റി, ഭയങ്കര വിണ്ട് കീറി അവിടുത്തെ സ്കിൻ നല്ല ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ നമുക്ക് ക്രാക്ക് ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ വലിയ പ്രശ്നമല്ല, അതിനാണ് ഇതുള്ളത്. പിന്നെ ഇത് വേറെ ഇങ്ങനത്തെ രണ്ട് ടൈപ്പാണ് വരുന്നത്. അപ്പൊ കുറച്ചും കൂടെ അധികം എന്താ പറയുക ഭയങ്കര കട്ടിയില്ല എന്നാലും ഭയങ്കര ഹാർഡാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയ കുഞ്ഞി എന്താ പറയാ സ്കിന്നിന് ഒരു കുഞ്ഞി ക്രാക്ക് വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലിന്റെ ക്രാക്കിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്, ആ ഒരു ഉപ്പൂറ്റി എങ്ങനെയുണ്ട്, അതനുസരിച്ച് നമുക്ക് ഈ ഒരു 3 മാറി സ്പീഡ് കൂടുക, ഭയങ്കര ചൂട് കേട്ടോ. ഇത് നമുക്ക് 3 മാറി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് അടിപൊളി സംഭവമാണ്. നമുക്ക് ഇങ്ങനെ കാലിന്റെ ഉപ്പൂറ്റിയിൽ ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ നെക്കി കൊടുത്താൽ ഇങ്ങനെ അവിടെ നിന്ന് റോൾ ചെയ്യും. അതനുസരിച്ച് നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിയൊക്കെ നല്ല ക്ലിയർ ആവും, നല്ല വൃത്തിയാവും കേട്ടോ. ഇത് നമുക്കിങ്ങനെ ആ ഒരു റിമൂവ് കാണുന്നത് നമുക്കിങ്ങനെ തൊലി ഇങ്ങനെ നിലത്ത് വീഴുന്ന കാണാൻ വേണ്ടി പറ്റും, നല്ല കട്ടിക്ക് തന്നെ. അപ്പൊ അതൊരു ഷോർട്ട് വീഡിയോ കണ്ട് മേടിച്ചാണ്. ഭയങ്കര നല്ല സൂപ്പർ ആയിട്ടുള്ള സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ അത് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാം ഞാൻ ആമസോണിനാട്ടോ, ഈ കണ്ണൊക്കെ ആമസോൺ തന്നെ മേടിച്ചിട്ടുള്ളത്. ആമസോണിൽ ഇപ്പോഴും സെയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട്. റേറ്റ് ഇവിടെ കാണാത്തതാണ് ഞാൻ പറയാത്ത കേട്ടോ, ഇതിലിവിടെ കാണില്ല. 1000 സംതിങ് എന്തായാലും വരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതേപോലെ നല്ലതായിട്ട് കാലിൽ ഉപ്പൂറ്റി വീണ്ടും വീട്ടിനെങ്കിൽ അതിപ്പോൾ ഇരിക്കുന്നില്ല. ഞാനൊരു ഫുഡ് സ്ക്രബറിന്റെ വീഡിയോ അല്ല ഒരു ലിങ്ക് ഉണ്ട്, അത് അതിനധികം വരുന്നില്ല, 200 സംതിങ് ഒക്കെ ഉള്ളൂ. അത് നല്ലതാണ്, നമുക്ക് നന്നായിട്ട് തന്നെ കാലിൽ ഉപ്പൂറ്റി ക്ലീൻ ആവും കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്കും കൂടെ ഞാൻ എന്തായാലും കൊടുക്കാം. അത് അടിപൊളി സംഭവമാണ്. പിന്നെ അടുത്ത വന്നിട്ട് ഇപ്പത്തെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മാമത്തിന്റെ പ്രൊഡക്റ്റിന് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനാണ് ലാക്മേന്റെ ഇത് കാണിക്കാം. ലാക്മേന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇതൊരു നിങ്ങൾക്ക് ന്യൂഡ് കളറാണ് ഇഷ്ടം, ന്യൂഡല്ല കുറച്ച് ബ്രൗൺ ന്യൂഡ്, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടിരിക്കും, എന്നാൽ ഒരു ന്യൂഡ് എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് ന്യൂഡ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു കാറ്റഗറിയാണ്. ഇതൊരു മാറ്റ് മെൽറ്റ് മിനി ലിപ്സ്റ്റിക് ആണ്, ലാക്മേ ആബ്സല്യൂട്ട്. ഒരു ബ്രൗൺ എന്താണ് സൗണ്ടിയറോ എന്തോന്ന്, അതായത് 302 ആ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. കുറച്ചൊരു ഡാർക്ക് ആയിട്ടിരിക്കും കേട്ടോ. ഇതാണ് ആ ഒരു സംഭവം, ഇതാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച പ്രൊഡക്റ്റ് അടുത്ത് കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ ആ ഒരു നിഷ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇതിങ്ങനെ റോൾ ആയിക്കോളും. ഇതാണ് സംഭവം. ബട്ടണൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ എപ്പോഴും ഭയങ്കര കൊതുകിന്റെ ശല്യമാണ്. അതുപോലെ നമുക്ക് സ്കിന്നിലൊക്കെ ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്, പിമ്പിൾസിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളിപ്പോ സ്കിൻ കെയർ നോക്കാത്ത ആൾക്കാരാണെങ്കിലും ഒരു ഇത് മസ്റ്റായിട്ട് വീട്ടിൽ മേടിച്ചു നോക്കുക. എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ കൊതുക് അടിക്കുക എന്തെങ്കിലും ഒരു എനിക്കൊരു അലർജി വരുന്ന തേക്കാൻ വേണ്ടി മേടിച്ചു വെച്ചാണ്. ഡോക്ടറിന്റെ തന്ന സംഭവമാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ആമസോണിൽ മേടിക്കാറുണ്ട്. ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാറുണ്ട് കേട്ടോ. ഇത് ലാക്ടോ കാലമിന്റെ ഫേസ് ലോഷൻ ആണ്, കയോലിൻ കളക്ഷൻ. ഇത് എനിക്ക് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു സ്കിന്നിൽ അപ്റ്റിക്കേരിയ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കിൻ ഇഷ്യൂ എനിക്കുണ്ട്. അതൊക്കെ ഭയങ്കര സീനായി. ഒരിക്കൽ ഞാൻ കുറെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് വന്നാൽ ഞാൻ ഭയങ്കര സീനാണ്. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്കിൻ കണ്ടീഷൻ എനിക്ക് ഇറക്കി വരാറുണ്ട്, അൺസൈക്കബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്യും. അതിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലാക്ടോ കാലമി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യം ചൊറിച്ചിൽ ശമനം കിട്ടാനാണ് ഇത്. നിങ്ങൾക്കൊന്ന് മേടിച്ച് നോക്കാം കേട്ടോ. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. മിക്കവാറും നമുക്ക് പല കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഒരു ചൊറിച്ചിലിൻ്റെ അലർജിക്കൊക്കെ
അതായത് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും കടിച്ചിട്ടൊക്കെ ഉള്ളതിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനാണിത്. അതേപോലെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഫേസ് ക്രീമാണിത്. അത് അടുത്തായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അതിൽ സ്ക്രബുള്ള ഫേസ് വാഷ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് ജോഗീസിന്റെ ഹെർബൽ ഫേസ് വാഷ് ആണ്. ഓയിൽ ബാലൻസ് അതുപോലെ തന്നെ ഇതേ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. pH 5.5 ആണ് വരുന്നത്. പാരബൻ ഫ്രീ ആണ്. ടീ ട്രീയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൽ സ്ക്രബിങ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് ഫോം ഉള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. പിന്നെന്താ, ഇത് ഫോർ ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഒരു സ്ക്രബർ കം അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് എന്ന് പറയാം കേട്ടോ. രണ്ടും കൂടെ വരുന്നതാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു മാമോത്തിന്റെ ബീട്രൂട്ട് മോയ്സ്ചറൈസർ, അത് കൊള്ളാട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ളൊരു മോയ്സ്ചറൈസർ ആണ്. ഈ ഒരു ബീട്രൂട്ട് റേഞ്ച് ആയപ്പോൾ അത് ട്രൈ ചെയ്യാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം അതുകൊണ്ട് കൂടുതലായിട്ടും പറയുന്നില്ല. ഇതിൽ 48 hours ഹൈഡ്രേഷൻ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ 24 മണിക്കൂർ എന്തായാലും കഴിക്കണമല്ലോ. ഓക്കെ, അതിന് മുന്നേ തന്നെ കഴിക്കുമല്ലോ. ഓയിൽ ഫ്രീ ഫോമിലാണ്, കുഴപ്പമില്ല. നല്ല കെമിക്കൽ ഫ്രീ ആയിട്ട് നല്ല സംഭവമാണ്. കൂടുതലും പറയുന്നില്ല, നല്ല മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഈ ഒരു ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷ് കൂടെ ഉണ്ട്. ഇത് ബീട്രൂട്ടും ഹൈലോണിക് ആസിഡും ആണ് വരുന്നത്. ഇങ്ങനെ ഇപ്പൊ നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നോക്കണത്. നിങ്ങൾക്ക് മാമോത്തിന്റെ പ്രൊഡക്റ്റൊക്കെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ഫേസ് വാഷ് കൂടെയാണ്. അപ്പം ഇതൊരു കോംബോ പോലെയാണ്. കോംബോ അല്ല, ഇത് രണ്ടും സെയിം ബീട്രൂട്ടിന്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു ഫേസ് വാഷും ആണ്. നല്ലതാ. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ വന്നിട്ട് ഈ ഒരു ലാക്മേന്റെ പീച്ച് മിൽക്ക് സോഫ്റ്റ് ക്രീം ആണ്. എനിക്ക് അത് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതിന്റെ സ്മെല്ലൊക്കെ കൊള്ളാം. ഒരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. പിന്നെ എന്തോ എനിക്ക് പിന്നെ അതെന്റെ വലിയ ഫേവറേറ്റ് ഒന്നുമല്ല. കുഴപ്പമില്ലാത്ത, തീരെ രസമില്ലാതൊന്നും പറയില്ല കേട്ടോ. കുഴപ്പമില്ലാത്തൊരു മോയ്സ്ചറൈസർ ആണ്. സ്മെല്ലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്മെല്ല് നല്ലതാ. അതുണ്ടോ, ഒരു ഓട്ടയ്ക്ക് തുളച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതിനെന്താ റേറ്റ് വരുന്നത്? അപ്പോൾ അത് 110 രൂപയാണ് ഈ ഒരു ചെറിയ ബോട്ടിലിന് കേട്ടോ. മോയ്സ്ചർ ലോക്ക് നോൺ സ്റ്റിക്കി പീച്ച് മിൽക്ക് ലാക്മേന്റെ ആ ഒരു ഇതാണ്. കെമിക്കൽ ഫ്രീ ആയിരിക്കില്ല. അപ്പം ഇതാണ് അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മാമോത്തിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഒരു നല്ല ന്യൂഡ് കളറാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് 01 എന്ന് പറഞ്ഞിട്ടാണ്. ന്യൂഡ് പെർഫെക്റ്റ് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. നല്ല ന്യൂഡ് കളറാണ്. നിങ്ങൾക്ക് ഭയങ്കര പക്കാ ന്യൂഡൊക്കെ ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാം. ചിലർക്ക് ഇത് നമ്മളെ സ്കിൻ ടോൺ അനുസരിച്ച് വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, സൈഡിൽ നമ്മൾ ലിപ് ലൈൻ റൊക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു കണ്ടോ, ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഇത് ശരിക്കും ന്യൂഡ് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നേരത്തെ അറിയാണ്ട് ന്യൂഡ് കൊണ്ടോട്ടുള്ളൂ. ശരിക്കും അത് ന്യൂഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല ബ്രൗൺ ആണ്, എടുത്ത് കാണുകയും ചെയ്യും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഭയങ്കര ന്യൂഡ് എന്ന് പറയാം. ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ന്യൂഡാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. കണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.